ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ജോയിൻസിനെ കുറിച്ചാണ്. ജോയിൻസ്, സന്ധികൾ. നമ്മുടെ ബോഡിയിലെ പലതരം ബോൺസ് ഉണ്ട്. ഈ ബോൺസ് എല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് പല ജോയിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ ജോയിൻസ് പലതരത്തിലുണ്ട്. ഈ ജോയിൻസിനിടയ്ക്ക് ഒരു ദ്രവമുണ്ട്, സൈനോവിയൽ ദ്രവം. ഈ സൈനോവിയൽ ദ്രവം പുറപ്പെടുവിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. ബോൺസ് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ അതിവിടെ സൂചിപ്പിച്ചത്. ദെൻ അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ബോൺസിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ജോയിൻസിൽ ബോൺസ് ടു ബോൺസ് കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ലിഗമെന്റ് യൂസ് ചെയ്താണ്. നമ്മുടെ ജോയിൻസിൽ ഡിസ്ലൊക്കേഷൻ വരാതിരിക്കാനൊക്കെ ഈ ജോയിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബോൺസ് ടു ബോൺസ് കണക്ഷൻ എന്ന് പറയുന്നത് ലിഗമെന്റ് യൂസ് ചെയ്താണ് ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ബോണിനെ മസിൽസുമായി കണക്ട് ചെയ്യുന്നത് ടെൻഡൻ. ഓക്കെ, നമ്മുടെ ജോയിൻസിന്റെ അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരമാണ്. ദെൻ ബോണിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ് യൂസ് ചെയ്താണ്. എന്നാൽ നമ്മുടെ ബോണ് മസിൽസുമായി കണക്ട് ചെയ്യുന്നത് ടെൻഡൻസ് യൂസ് ചെയ്താണ്. ഇനി നമുക്ക് ആ ജോയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് സിനാർത്രോസിസ്. സിനാർത്രോസിസ് ജോയിൻസ് എന്ന് പറയുന്നത് ഇത് ഇമ്മൂവബിൾ ആണ്. ഇമ്മൂവബിൾ ജോയിൻസിനെയാണ് സിനാന്ത്രോസിസ് എന്ന് പറയുന്നത്. ഇത് സിനാന്ത്രോസിസ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ആണെന്ന് ഓർക്കാൻ ഒരു ചെറിയ കോഡ് ഉപയോഗിക്കാം. സിനാന്ത്രോസിസിലെ സിൻ എന്ന് പറയുന്നത് സ്പാനിഷ് വാക്കാണ്. ഈ സിൻ സ്പാനിഷിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ വിത്തൗട്ട്. അപ്പോ നമുക്കിവിടെ കണക്ട് ചെയ്യാം. സിനാന്ത്രോസിസ് മീൻസ് immovable, that is without movement. Okay, without movement ആണ് സിനാന്ത്രോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഈ സിനാന്ത്രോസിസ് ജോയിൻസിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ സാറ്ററസ് ഓഫ് സ്കൾ. സ്കളിലെ സാറ്ററസ് ജോയിന്റും ദെൻ മാനുബ്രിയോസ്റ്റേണൽ, സ്റ്റേണം ഏരിയയിലെ, നമ്മുടെ സ്റ്റേണം ഏരിയയിലെ മാനുബ്രിയോസ്റ്റേണൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിനാന്ത്രോസിസ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കോഡ് എന്ന് പറയുന്നത് സിനാന്ത്രോസിനെ സിൻ എന്ന് ചിന്തിക്കുക. സിൻ മീൻസ് സ്പാനിഷില് വിത്തൗട്ട് മൂവ്മെന്റ്. Okay, synandrosis means without movement. Then ഇത് ബോൺസ്, ഈ സിനാന്ത്രോസിസ് ജോയിൻസ് എന്ന് പറയുന്നത് കാണപ്പെടുന്നത് സാറ്ററസ് ഓഫ് സ്കൾ. സിനാന്ത്രോസിസ് ജോയിൻസ് കാണപ്പെടുന്നത് സാറ്ററസ് ഓഫ് സ്കൾ, ദെൻ മാനുബ്രിയോസ്റ്റേണൽ, ദെൻ ഗാംഫോയിഡ്. സാറ്ററസ് എന്ന് പറയുന്നത് സ്കളിലാണ്. സ്കളിൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ മാനുബ്രിയോസ്റ്റേണൽ എന്ന് പറയുന്നത് സ്റ്റേണം ഏരിയയിലുള്ളതാണ്. ഇത് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഗാംബോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മാൻഡിബിളും മാക്സിലറിയിലെയും നമ്മുടെ ടീത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ജോയിന്റ് ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ സെക്കൻഡ് വൺ, ആംഫിയാർത്രോസിസ്. ആംഫിയാർത്രോസിസ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി മൂവബിൾ,
ഓക്കെ. ആംഫിയാർത്രോസിസ് മീൻസ് സ്ലൈറ്റ്ലി മൂവബിൾ. ഇത് ഓർക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് AM. AM എന്ന് നമ്മൾ പറയുന്നത് മോർണിംഗ് ടൈം. ഈ മോർണിംഗ് ടൈമിൽ നമ്മുടെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഉണർന്നു വരുന്ന സമയത്ത് അവരുടെ ബോൺസ് ഇച്ചിരി അനക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് ചിന്തിച്ചാൽ മതി. മോർണിംഗ് ടൈമില് സ്ലൈറ്റ് ആയിട്ടേ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആംഫിയാർത്രോസിസ് മീൻസ് സ്ലൈറ്റ്ലി മൂവ്. ഓക്കെ. ഇത് ഉദാഹരണം എന്ന് പറയുന്നത് ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ ഇന്റർവെർട്ടിബ്രൽ ജോയിന്റ്, ദെൻ ഹിപ്പ് റീജിയനുള്ള pubis symphysis, then distal tibiofibrillaris, ഇന്റർവെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ സെർവിക്കൽ വെർട്ടിബ്രയെ കണക്ട് ചെയ്യുന്ന ജോയിന്റ്സ് ആണ്. അത് നമുക്ക് ഫുൾ ആയിട്ടൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടേ മൂവ് ചെയ്യാൻ പറ്റൂ. ദെൻ ഫിബിസിലെ ഹിപ്പ് റീജിയനിലുള്ള ഫിബിസ് എന്ന് പറയുന്നത് ഈ ഡെലിവറി സമയം പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിന് ഡെലിവറി സമയത്ത് ആ ഫിബിസ് ഏരിയയിലുള്ള ഫിബിസ് സിന്തസിസ് എന്ന് പറയുന്നത് ഈ ജോയിന്റ് സ്ലൈറ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഡെലിവറി സുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്ലൈറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് അതിനൊരു ഉദാഹരണം. ദെൻ ഡിസ്റ്റൽ ടിബിയോഫിബുലാരിസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫുട്ട് ഏരിയയിൽ നമ്മുടെ ടിബിയ ഫിബുല കണക്ട് ചെയ്യുന്ന ഒരു ജോയിന്റ് ആണ്. ദെൻ തേർഡ് വൺ ഡയാത്രോസിസ്. ഈ ഡയാത്രോസിസ് എന്ന് പറയുന്നത് ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണ്. ഡയാത്രോസിസ് എന്ന് പറയുന്നത് ഫ്രീലി മൂവബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു കോഡിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. വെൻ വി ഡൈ വി ആർ ഫ്രീ. നമ്മൾ മരിക്കുന്ന സമയത്താണ് നമ്മൾ ഫുൾ ഫ്രീ ആവുന്നത്. അപ്പൊ അതിവിടെ ഒന്ന് കണക്ട് ചെയ്യാം. വെൻ വി ഡൈ, ഈ ഡയാത്രോസിസില് ഇത് ഡൈ എന്നങ്ങ് ഓർക്കുക. വി ആർ ഫ്രീ. ഓക്കെ. ഡയാത്രോസിസ് എന്ന് പറയുന്നത് ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ് ആണ്. ഈ ജോയിന്റ്സിന് നമുക്ക് കുറെ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ്. സെക്കൻഡ് വൺ ഹിഞ്ച്. Then third one pivot. Then sandal. Then fourth condyloid. Then fifth. Then sixth one gliding. Okay, അങ്ങനെ 6 ടൈപ്പ് ആണ് ഡയാത്രോസിസ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു സോക്കറ്റിൽ ഒരു ബോൾ വെച്ച് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ അത് ഓർത്താൽ മതി, ബോൾ ആൻഡ് സോക്കറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിലെ ജോയിന്റ് എന്ന് പറയുന്നത് ഫ്രീലി മൂവബിൾ ആണ്. ദെൻ ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റിന് നമ്മുടെ ഡെയിലി കാണുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ വീട്ടിന്റെ ഡോർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മുടെ വിജാഗിരി ഓർക്കുക ഡോറില്. അതായത് ഡോർ ഓർത്താൽ മതി. ഡോറിലെന്ന് പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ആവുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഹിഞ്ച് ജോയിന്റിന് ഉദാഹരണം അത് ഓർക്കുക. ദെൻ നമ്മുടെ ബോഡിയിലെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എൽബോ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ദെൻ നീ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. ഇതാണ് ഉദാഹരണം. നീ, എൽബോ, ഇതൊക്കെ ഇതിനൊരു. പിവറ്റ് ജോയിന്റിന് ഉദാഹരണം എന്ന് പറയുന്നത് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. ദെൻ ഫോറാമിലെ റേഡിയസ് അൾന ജോയിന്റും അറ്റ്ലാന്റോ ആക്സിയൽ. അറ്റ്ലാന്റോ നമ്മുടെ സെർവിക്കൽ വെർട്ടിബ്രയിലെ കണക്ഷൻ ആണത്. ഈ 2 ജോയിന്റ്സുമാണ് പിവറ്റ് ജോയിന്റിന് ഉദാഹരണം. ദെൻ സാൻഡിൽ ജോയിന്റിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ തമ്പിലുള്ള
കാർപ്പോ മെറ്റാകാർപ്പൽ ഇൻ തം റീജിയൻ. കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിന്റ് ഇൻ തം. ഇതാണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത്. ദെൻ കോൺഡ്ലോയിഡ് ജോയിന്റ്. കോൺഡ്ലോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാടാർസൽ മെറ്റാകാർപ്പൽ നമ്മുടെ ഫോറാമുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു. ദെൻ ഫൂട്ടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന നമ്മുടെ ഫിംഗേഴ്സ്, കയ്യിലെ ഫിംഗേഴ്സും കാലിലെ ഫിംഗേഴ്സും ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണിത്. മെറ്റാകാർപ്പോ ഫലാഞ്ചൽ, ദെൻ മെറ്റാടാർസോഫലാഞ്ചൽ. ദെൻ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഗ്ലൈഡിങ് ജോയിന്റ്. ഗ്ലൈഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തെന്നി നീങ്ങുന്ന ഗ്ലൈഡിങ് ജോയിന്റ് ആണിത്. ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാവിക്കിൾ ബോൺ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അവിടെ തെന്നി നീങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈഡിങ് ജോയിന്റ്. ക്ലാവിക്കുലർ, ഇതാണ് ഇതിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈനോവിയൽ സ്തരം എത്ര തരം ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ സൈനോവിയൽ സന്ധികൾ എന്ന് പറയുന്നത് ഡയാത്രോസിസ്. ഈ ഡയാത്രോസിസ് ജോയിന്റ്സ് എത്ര തരം ഉണ്ടെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആൻസർ എന്ന് പറയുന്നത് 6 നമ്പർ ഓഫ് ജോയിന്റ്സ് ആണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 6: ബോൾ ആൻഡ് സോക്കറ്റ്, പിവറ്റ്, ഗ്ലൈഡിംഗ്, സാൻഡിൽ, എക്സെട്ര. ദെൻ കൂടുതൽ ചലന പരിധി സാധ്യമാകുന്നത് ഏതുതരം സന്ധി? കൂടുതൽ ചലന പരിധി സാധ്യമാകുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഒരു സോക്കറ്റിനകത്ത് ബോൾ ഇരുന്ന് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ്. ദെൻ കോൺഡ്ലോയിഡ് സന്ധികളുടെ എക്സാമ്പിൾ. നമുക്ക് ഓപ്ഷൻസ് 4 ഉണ്ട്. ഓപ്ഷൻസ് ഞാൻ പറയുന്നില്ല. കോൺഡ്ലോയിഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. കോൺഡ്ലോയിഡിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ വിരലുകളുടെ ആ കണക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു മെറ്റാടാർസൽ ആൻഡ് മെറ്റാകാർപ്പൽ ജോയിന്റ്സ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഈ കോൺഡ്ലോയിഡ് ജോയിന്റ്സിന് ഉദാഹരണം എന്ന് പറയുന്നത്. മെറ്റാടാർസൽ വിരലുകളുടെ. ഇവിടെ മലയാളം HS-ന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്, അത് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ പേശി അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറയുന്നു ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്, ബോൺസിനെ മസിൽസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡൻ യൂസ് ചെയ്താണ്. ലിഗമെന്റ്, ടെൻഡൻ. അപ്പൊ ഇവിടെ ബോൺസിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ടെൻഡനും ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ പേശി അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. പേശിയെ അസ്ഥിയുമായി, മസിൽസിനെ അസ്ഥിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും മീനിങ് മനസ്സിലാക്കി ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. ടെൻഡൻ ആണ് അതിന്റെ ആൻസർ. ദെൻ 2017 ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജോയിന്റ് ഓഫ് റെസിപ്രോക്കൽ ഇന്നർവേഷൻസ് ഓഫ് ഡാറ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഇന്നർവേഷൻ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു 6 ടൈപ്പ് ഓഫ് ഡയാത്രോസിസ് ജോയിന്റ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ. ഇത് പറഞ്ഞാൽ ഹിഞ്ച് ജോയിന്റ് ആണ് അതില്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.